on. Nina, come. नमस्ते। ठहरो, कौन हो तुम लोग? अगर नहीं बोलोगे तो अंदर नहीं जा सकते। ये मिस्टर, ये मेरा घर है। ये साहब जी मेम साहब का बेटी है। സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞേ അകത്ത് പോകാൻ പറ്റൂ. Look mister, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. എന്താ നിങ്ങൾക്ക് ഞങ്ങളെ സംശയമുണ്ടോ? ये हमारी ड्यूटी है. കുട്ടിക്ക് മാത്രം അകത്തേക്ക് കടക്കാം. മറ്റുള്ളവരെ ചെക്കിംഗ് കഴിയാതെ വിടത്തില്ല. എന്താ എന്താ പ്രശ്നം? क्या हुआ? गेट के सामने भीड़ नहीं होनी चाहिए. Come on, disperse. എന്റെ വീട്ടിലേക്ക് എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടുവരാൻ നിങ്ങളുടെ അനുവാദം വേണോ? ശുക്രാം, എനിക്ക് യാൻ സെ ഭേജോ. ആരാ നിങ്ങള്? സെക്യൂരിറ്റി ഗാർഡ്സ്. ജസ്റ്റിസ് ഉഷ വർമ്മയ്ക്കും ഫാമിലിക്കും ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന ബ്ലാക്ക് കാറ്റ് സ്ക്വാഡ്. ആ ജസ്റ്റിസ് ഉഷ വർമ്മയുടെ മകളാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി വേണ്ട. Come Nadu, come on. സ്റ്റോപ്പ്. മാനസികകത്ത് പോകാം, പക്ഷെ ഇവരെ ചെക്ക് ചെയ്തിട്ടേ വിടൂ. വീഡിയോ ക്യാമറ അകത്ത് കൊണ്ടുപോകാൻ പാടില്ല. I mean, ये वीडियो कैमरा अंदर नहीं ले जा सकते. हम सबको जानते हैं साहब. നിന്നോട് ചോദിച്ചില്ല, കേറി പോടാ. कोई बात नहीं मानसी, मैं टेलीफोन करूंगा. हम चलते हैं. ओके, उषा मैडम से हमारा सलाम बोलना. ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ള ഒരു ഡാർജിലിംഗ് ചായ പോയി. ഇനി പഴയതുപോലൊന്നും ഓടിച്ചാടി കയറാക്കൂലല്ലോ. അതെ, പാസ് വേണം. അതും സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം. അമ്മേ, അമ്മേ. ഞാനില്ലാതെ പിന്നെ മുറി തുറക്കാൻ ആര് പറഞ്ഞു? ആ, നീ വന്നോ? അമ്മേ, ആരാ അതൊക്കെ അവിടുന്ന് മാറ്റിയത്? എന്റെ ബുക്സ്, CD പ്ലേ, പെയിന്റിങ്സ് ഒക്കെ എവിടെ? എനിക്കൊന്നും അറിയില്ല. അവരെന്തോ സെക്യൂരിറ്റിയുടെ പ്രശ്നം പറഞ്ഞ് നിന്റെ മുറി മാറ്റി. ടെന്റിലിരുന്നാൽ അവർക്ക് എല്ലാവരുടെയും മൂവ്മെന്റ്സ് കാണണോ അത്രേ. ഇനി മുതൽ എന്റെയും നിന്റെയൊക്കെ മുന്നിലും പിന്നിലും ബ്ലാക്ക് ഹാറ്റ്സ് കാണും. നിന്റെ അങ്കിൾ നമ്മളോട് ചെയ്യുന്ന ഒരു ചെറിയ ഫേവർ. ആ ആട്ടെ, എവിടെ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ? ഗേറ്റിൽ വെച്ച് നാത്തൂറാമിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഇൻസൾട്ട് ചെയ്ത് അവർ പറഞ്ഞു വിട്ടു. നമ്മളെന്താ ഹൗസ് അറസ്റ്റിലാണോ? കാലിലും കയ്യിലും ചങ്ങലയിട്ടതുപോലെ ആയി. ഒന്ന് മിണ്ടാനും പറയാനും വയ്യ. മേം സാബ്, ഈ ഗാർഡ്സിനെ എവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കണം. ഇപ്പൊ അവരുടെ ഡിസ്റ്റർബൻസ് ഈ വീട്ടിലുള്ളവരോടായി. മിസ്റ്റർ ശ്യാം, എന്താ ഇതൊക്കെ? നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കാൻ രാജൻ ഓർഡർ തന്നിട്ടുണ്ടോ? ഇവിടെ പലരും വരും. എന്റെ കുട്ടികൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഈ സിറ്റിയിൽ. ഡു യു നോ ദാറ്റ്? ഐ എം സോറി മാം സാബ്, എല്ലാവരെയും ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവരൊന്നും ജയിലിൽ നിന്ന് ചാടി വന്നവരല്ല. ഇതിനു മുമ്പും പല പ്രാവശ്യം അവരോട് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ മാം സാബ്. കുട്ടിയുടെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ ഒരു ലിസ്റ്റ് തന്നോളൂ. അപ്പൊ പിന്നെ പ്രോബ്ലം ഇല്ലല്ലോ. ഇയാൾ ഇനി പ്രോബ്ലം ഉണ്ടാക്കാതിരുന്നാ മതി. ഒരു കാര്യം ഒരിക്കൽ കൂടി ഞാൻ പറയാം. ആയുസിന്റെ ബലം കൂട്ടാൻ വേണ്ടി കൂട്ടിൽ കിടക്കാനൊന്നും ഞങ്ങൾ ഒരുക്കമല്ല. സർക്കാരിന്റെ ഒരുപാട് കാശ് ഞങ്ങൾ എണ്ണി വാങ്ങുന്നുണ്ട്. ആയുസ് പണയപ്പെടുത്തി തന്നെയാണ് ഒരു ബുള്ളറ്റ് പ്രൂഫ് പോലും ഇല്ലാതെ ഈ വീടിന്റെ ഗേറ്റിൽ മാഡത്തിന്റെ ജീവൻ കാക്കാൻ ഞങ്ങൾ കാവൽ നിൽക്കുന്നത്. ഞങ്ങളുടെ ജീവൻ അത്രയ്ക്ക് വിലയുള്ളൂ മേം സാബ്. പിന്നെ കൂടുപണിയിലും കൂട്ടിൽ കിടത്തലും ഒക്കെ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗം മാത്രമാണ്. സോ കൈൻഡ്ലി ബെയർ വിത്ത് us. ഇത് ഡ്യൂട്ടിയല്ല, തോന്നിവാസമാണ്. തോക്ക് ചൂണ്ടിക്കൊണ്ടുള്ള ധിക്കാരം. സോറി മിസ് മാനസി, ഐ എം ശ്യാം. ബെഡ്റൂം ഇങ്ങോട്ട് മാറ്റിയതിൽ ബുദ്ധിമുട്ടുണ്ടല്ലേ? ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ? ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനമാണ്, അല്ലാതെ എന്റെ അല്ല. സെക്യൂരിറ്റി പ്രിക്കോഷൻസ്. ഗെറ്റ് ലോസ്റ്റ്. ഗുഡ് നൈറ്റ്. Good Good night. night. Good night. Good night. മരിയ, മരിയ, മരിയ,
പിസ്റ്റൾ പില്ലോടെ കീഴ് കൊണ്ടുവച്ചത്? മേം സാബ്, ഞാനത് പറയാൻ വരികയായിരുന്നു. മേം സാബിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി. അതൊന്ന് പുറത്തേക്ക് എടുത്തോണ്ട് പോകുന്നുണ്ടോ? മേം സാബ്, മേം സാബ്, ദി ഓപ്പറേഷൻ ഇസ് വെരി സിമ്പിൾ. ഇൻ കേസ് ഓഫ് എൻ എമർജൻസി ദേ ഈ ട്രിഗറിൽ വിരൽ അമർത്തിയാൽ മതി. തോക്കിന്റെ പുറത്ത് തലവെച്ചിറങ്ങി ശീലിച്ചിട്ടില്ല ഞാൻ. മേലാൽ നിങ്ങൾ ഈ മുറിയിൽ കടക്കരുത്. ഇതുമാതിരിയുള്ള ഒന്ന് എന്റെ മുറിയിൽ കണ്ടുപോകരുത്. ഓക്കെ മേം സാബ്. എന്തെങ്കിലും അപകടകരമായി തോന്നിയാൽ ദേ ഈ സ്വിച്ച് ഒന്ന് അമർത്തിയാൽ മതി. ഇങ്ങനെ. Stop it. നിങ്ങൾ ഞങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. Get out. I said get out with the pistol. എന്ത് പറ്റി സർ? ഒന്നുമില്ല, ഞാൻ ആ സ്വിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു. देखा वो पहले बात सावन को आना नहीं ढिंगन कड़ी गिन कड़ी ढिंगन कड़ी गिन कड़ी ढिंगन कड़ी गिन की अब जानो मेरा भला എന്താ ഇത്? റെഡിലി റൈസ് കേക്ക്. ഓഹോ, अब जाओ मेरा അയ്യോ 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 നടക്കരുത്. അത് മേം സാബിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. സാർ ഞാൻ വേറെ വരാം. അവിടെ ഇരുന്നാട്ടെ. ഇന്ന് മുതൽ മേം സാബിന് കൊടുക്കുന്ന എന്ത് ഭക്ഷണവും ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. അതും 1 hour കഴിഞ്ഞിട്ട്. അണ്ടർസ്റ്റാൻഡ്? അയ്യോ എന്ന് പറഞ്ഞാൽ പറ്റുമോ? മേം സാബിന് ആഹാരത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠയുള്ളതാ. വന്ന് ഇഡ്ഡലി ടെസ്റ്റ് ചെയ്യുവാന്നൊക്കെ പറഞ്ഞ എങ്ങനെ? അരിയും തിന്ന് ആചാരിച്ചും കഴിച്ച് പിന്നെയും പട്ടിക്ക് മുറിവുറുവെന്ന് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും അല്ല, പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ആയിട്ട് തരണമെന്ന് പറഞ്ഞതാ. അതെ. കൊടുക്കണം. ജസ്റ്റിസ് ഉഷാവർമ്മയ്ക്ക് കണ്ട കരിമ്പൂച്ചകളും തിന്ന് എച്ചില് തിന്നേണ്ട ഗതികേട് വന്നല്ലോ. എന്റെ ഈശോയെ, ഒരു ജന്മത്തിലും എന്നെ ഒരു VIP ആക്കരുതേ. എന്നെ അവിടുത്തെ അടുക്കളക്കാരനും ആക്കരുതേ. ഏ I mean... सॉरी, यहाँ फोटो लेने के लिए श्याम साहब ने मना किया है. कम ऑन. इसकी कुछ कॉपीज मुझे भी चाहिए. श्योर, कल तुम स्कूल आओगी तब दे दूंगा. ओके, 9 o'clock. Oh, yes. ഇവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണെന്ന് അറിഞ്ഞൂടെ? सर, ഞാൻ ये फिल्म मुझे दे दो. यहाँ फोटो खींचना मना है. ये मानसी का फोटो है, ये हमें चाहिए. I am sorry. We cannot permit any photographs clicked in this premises to be taken out. മിസ്റ്റർ ശ്യാം, മാനസയുടെ ഫ്രണ്ടാണ് നാത്തുറാം. ഹേ മിസ്റ്റർ, ഇത് എന്റെ വീടാണ്. കുട്ടി വെറുതെ വാശി പിടിക്കരുത്. ഇയാൾ ഫോട്ടോ എടുത്തോട്ടെ, പക്ഷെ അത് ഈ വീട്ടിൽ വെച്ച് പറ്റില്ല. ഈ വീടിന്റെ ഒരു ആംഗിളും പുറത്ത് ലീക്ക് ഔട്ട് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എനിക്ക് തന്റെ സമ്മതം വേണ്ട. ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. എന്ത് പറഞ്ഞാലും ഇത് പറ്റില്ല, അത് പറ്റില്ല, മറ്റേത് പറ്റില്ല, മറിച്ചത് പറ്റില്ല. എന്താ ഇവിടെ പറ്റുന്നത്? ഒന്നും പറ്റില്ല. വീട്ടിൽ വന്ന ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നും നിങ്ങൾക്കില്ല. മേം സാബ്, ഈ നെഗറ്റീവ് പുറത്തുള്ള ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി. തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ, പ്ലീസ്. Thank you. It's okay. I'm sorry. No problem.